പ്രൊട്ടക്ടർ ഒരു ഹൊറർ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ത്രില്ലർ ആ രീതിയിൽ എടുത്തിട്ടുള്ള സിനിമയാണ്. പിന്നെ മലയാള സിനിമയിൽ ഒരുപാട് ക്രൈം ത്രില്ലറും ഹൊറർ സിനിമകളൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. പിന്നെ കുറേ പുതുമുഖങ്ങളുണ്ട്, അവർക്കൊക്കെ നല്ല അവസരം കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് വിശ്വസിക്കുന്ന രീതിയിലൊക്കെ ആ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മണിക്കൂട്ടൻ നല്ലൊരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. മണിക്കൂട്ടനെയൊന്നും മലയാള സിനിമ വേണ്ടോളം വിനിയോഗിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്ക് ഇനിയെങ്കിലും നല്ല നല്ല അവസരങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരംകാരനും കൂടെ ആയതുകൊണ്ട് പുള്ളിക്ക് ഇതൊക്കെ കേൾക്കുന്ന ആരെങ്കിലും നല്ല നല്ല അവസരങ്ങൾ കൊടുക്കട്ടെ. കാരണം കഴിഞ്ഞ ദിവസം ചോട്ടാ മുംബൈയിലും പുള്ളിയുടെ ആ ചെറുപ്പത്തിൽ ഇതൊക്കെ കണ്ടപ്പം പുള്ളി ഭാവിയിൽ നല്ല താരമൊക്കെ ആയി മാറും എന്ന് വിചാരിച്ചിരുന്നു. ഇതിൽ പുള്ളിക്ക് നല്ല പ്രാധാന്യമുള്ള ഇതുണ്ട്. പിന്നെ എനിക്ക് പൊതുവേ ഷൈൻ ടോം ചാക്കോയുടെ അഭിനയം എനിക്ക് പൊതുവേ പിടിക്കാറില്ല. പുള്ളി ഇതിൽ ഒരുമാതിരി വാക്കകത്ത് പഴം വച്ച് വിഴുങ്ങിയതുപോലെ ഉള്ള ഒരു മനുഷ്യന് മനസ്സിലാവില്ല പുള്ളി പറയുന്നത് എന്താണെന്ന്. അത് ഒരു കല്ലുകടിയാണ്. അതുകൊണ്ട് കഴിവതും ഷൈൻ ടോം ചാക്കോയുടെ സിനിമകൾ കാണാൻ വരാറില്ല. പിന്നെ ഈ പുള്ളി ഒരു പോലീസ് വേഷത്തിലാണ്. പിന്നെ അതിൽ ഒരു സസ്പെൻസും ട്വിസ്റ്റും ഇതെല്ലാം ഉണ്ട് സിനിമയിൽ. പിന്നെ ഉള്ള ചെറിയ ബഡ്ജറ്റിൽ ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കാണാൻ പ്രേക്ഷകരാരുമില്ല. ഞാൻ അത് അറിഞ്ഞുകൊണ്ട് ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് വലിയ എഫക്റ്റായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ചെറിയ സിനിമ ആണെങ്കിലും കാണുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ കയറി കണ്ടു. പിന്നെ നമ്മൾ കൂടുതൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഉള്ള ചെറിയ ബഡ്ജറ്റിൽ അവർ ഭംഗിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആൾ കുറവായിരുന്നു.